നമ്മൾ കോഴിക്കോടേക്കാണ് പോകുന്നത്. സമീർ സി മുഹമ്മദ് ഉണ്ട്. സമീർ, എന്താണ് കോഴിക്കോടൻ മേഖലയിലെ മലബാർ റീജിയണിലെ ചിത്രം? മലപ്പുറത്തേക്ക് വന്നാൽ 9 സ്ഥാനാർത്ഥികളെ UDF-നുള്ള ഇടങ്ങളുണ്ടായിരുന്നു. അവിടെ ആരൊക്കെ പത്രിക പിൻവലിച്ചു? അവിടേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫറൂഖ് നഗരസഭയിലടക്കം ഇങ്ങനെ പലയിടങ്ങളിലും കോർപ്പറേഷനിലാണെങ്കിലും കോഴിക്കോട് കോർപ്പറേഷനിലാണെങ്കിൽ പോലും പല സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്ന് പലരും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയിരുന്നു. അവരെ ആരെയൊക്കെ അനുനയിപ്പിക്കാനായി, ആരൊക്കെ പിൻവലിച്ചു, എവിടെയൊക്കെ എങ്ങനെയാണ് മത്സരങ്ങൾ? ഗോകുൽ, അനുനയ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിജയം കണ്ടു എന്നുള്ള ഒരു ആശ്വാസം കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച് പങ്കുവെക്കാനുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ ഇപ്പോഴും അത്തരം വിമതശല്യം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവുമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരശ്ശേരിയിലാണ്. കാരശ്ശേരിയിൽ 5 സ്ഥാനാർത്ഥികളാണ് UDF-നുള്ളത്. അതിൽ 5 പേര് ഇപ്പോഴും ആ വിമതരായി തന്നെ നിലനിൽക്കുന്നു. ഒരാൾക്ക് കൈപ്പത്തി ചിഹ്നം നൽകിയിട്ടുണ്ട്. അയാളായിരിക്കും ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് നേതൃത്വം പറയുന്നത്. പക്ഷേ ഈ മറ്റ് സ്ഥാനാർത്ഥികൾ ആരും തന്നെ പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല. അവരെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പ് വേളയിലുണ്ട്. അത് വലിയ രീതിയിൽ അത് UDF-ന് തിരിച്ചടിയാവുമെന്നതിൽ സംശയമില്ല. അതിലിപ്പോൾ തിരഞ്ഞെടുപ്പിൽ നിന്ന്, അതായത് അവർ പിൻവാങ്ങിയിട്ടില്ല എങ്കിലും പ്രചാരണത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ കഴിയുമോ, ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വേണ്ടിക്കൊണ്ട് മാത്രം അവരിലേക്ക് പ്രചാരണം എത്തിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൂടെയുള്ള ചർച്ചകളും ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുന്നമംഗലത്തും അതുപോലെ തന്നെ ഫറൂഖിലും ഇത്തരം വിഷയങ്ങളുണ്ട്. അതിൽ ഫറൂഖിലെ ഒരു സ്ഥാനാർത്ഥി ഇപ്പോൾ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരാൾ വിമതനായിരുന്നു. ആ വിമതനെ പിൻവലിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്, UDF-ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഗോകുൽ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്താണ്. മലപ്പുറത്ത് UDF-ന് 9 സ്ഥാനാർത്ഥികളാണ് ഒരു വാർഡിൽ നിന്ന് ഉണ്ടായിരുന്നത്. പള്ളിക്കൽ പഞ്ചായത്തിലെ കൂട്ടാലുങ്ങൽ വാർഡിലായിരുന്നു ഇങ്ങനെ 9 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നത്. അതിൽ 7 പേർ ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. 2 പേർ മാത്രമാണ് ഉള്ളത്. അതിൽ ഒരാളെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമതനായി ഒരാൾ കൂടി നിലനിൽക്കുന്നു. ആ ആളെ കൂടി പിൻവലിപ്പിക്കാനുള്ള സാധ്യത, അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ കഴിയില്ല, പക്ഷേ ആ ആളെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമോ, അയാൾ കൂടി ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ രംഗത്തിറക്കാൻ കഴിയുമോ എന്നുള്ള അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് കൊണ്ടോട്ടി നഗരസഭയിലെ 2ാം വാർഡ് ആയിട്ടുള്ള പനയംപറയിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ ലീഗ് വിമതൻ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അതേസമയം കോൺഗ്രസും അവിടെ രംഗത്തുണ്ട്. കോൺഗ്രസ് ആണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അതേസമയം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് ഔദ്യോഗികമെന്ന് ലീഗ് നേതൃത്വവും അത്തരം കാര്യങ്ങളാണ് പങ്കുവെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പല തരങ്ങളിലുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കോഴിക്കോട് നാദാപുരത്താണ്. കോഴിക്കോട് നാദാപുരത്ത് CPM-ഉം CPI-യും നേർക്കുനേർ ഏറ്റുമുട്ടാനിരുന്നത്. അവിടേക്കാണ് നേതാക്കളുടെ ഇടപെടൽ ഉണ്ടായത്. ധാരണയനുസരിച്ച് നാദാപുരം പഞ്ചായത്തിലെ 1ാം വാർഡായിട്ടുള്ള ഇയ്യങ്കോട് അവിടെ CPI-ക്ക് നൽകിയതായിരുന്നു. പക്ഷേ അവിടെ CPM-നാണ് സ്വാധീനമുള്ളത്. CPM അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചാരണം ആരംഭിക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഉണ്ടായിരുന്നത്. ഉച്ചയോടുകൂടെ ആ ചർച്ച പൂർത്തീകരിച്ചു. അതിന്റെ ഭാഗമായിക്കൊണ്ട് CPI-യിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CH ദിനേശൻ അദ്ദേഹം പിൻവാങ്ങിയിട്ടുണ്ട്. CPIM ആയിരിക്കും ഈ നാദാപുരം പഞ്ചായത്തിലെ 1ാം വാർഡിൽ മത്സരിക്കുന്നത്. അങ്ങനെ വിവിധ ഇടങ്ങളിലുള്ള ചർച്ചകൾക്കൊടുവിൽ ഒരു വലിയ ശതമാനം ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പലയിടങ്ങളിലും വിമതരുണ്ട്. കാസർഗോഡും അതുപോലെ തന്നെ കണ്ണൂരും വയനാടും ഇത്തരത്തിലുള്ള വിമതരുടെ ശല്യം നിലനിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇനി പിൻവലിക്കാൻ സാധിക്കില്ല. പക്ഷേ ആ സ്ഥാനാർത്ഥികളെ കൊണ്ട് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിക്കൊണ്ട് വോട്ട് ചോദിപ്പിക്കാൻ കഴിയുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നേതാക്കൾ ചർച്ച ചെയ്തു വരികയാണ്. ഗോകുൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.